ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെയാണ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിന് പോളാർ പ്ലെയിൻ എന്ന് പറയും. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത് തന്നെയാണ് പോളാർ പ്ലെയിൻ. ഇപ്പോൾ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, അതാണ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഈ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ്: ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡുലസ് ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡുലസ് നമ്മൾ ഓൾറെഡി കണ്ടു. മോഡുലസ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ദാറ്റ് ഈസ് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. തീറ്റ ഈസ് കോൾഡ് ദ ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ആർഗ് ഇസഡ്. ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഇപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് ഇസഡ് തീറ്റ, ആർ എന്ന് പറയുന്നത് മോഡുലസ്. ഓക്കെ, ദ ഓർഡേർഡ് പെയർ ഓഫ് നമ്പേഴ്സ് ആർ തീറ്റ, ഇതുപോലെ ആർ, ഓക്കെ, ബ്രാക്കറ്റിൽ നമ്മളൊരു ഓർഡേർഡ് പെയർ പറയുന്നത് പോലെ ആർ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയാം. ഈ പോയിൻറ്റിൻ്റെ ഇസഡ് എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ്. നമ്മൾ ഇസഡ് എന്ന് പറയുന്നത് ആർഗൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യും ഇല്ലേ, എക്സ് പ്ലസ് ഐ വൈ എ. ആ മാർക്ക് ചെയ്യുന്ന ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ആർ തീറ്റ എന്ന് പറയാം. അതിനെ പോളാർ കോർഡിനേറ്റ്സ് എന്നാണ് പറയുക. ഇവിടെ ആർ എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് ആണ്, തീറ്റ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ്. ഓക്കെ, ദ വാല്യൂ ഓഫ് തീറ്റ ഈസ് ലൈക്ക് ദിസ്: മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ഇങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആകുമ്പോൾ അതിനെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് എന്നാണ് പറയുക. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ്. നമുക്കതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നമുക്ക് ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഡിഫൈൻ ചെയ്യാം. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ലെറ്റ് us ഡിഫൈൻ an ആംഗിൾ ആൽഫ as the acute angle made by the line joining the point Z and the origin with the x-axis. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ Z എന്ന് പറയുന്ന ഈ പോയിൻറ്റും ഒറിജിനും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ ജോയിനിങ് ദീസ് പോയിൻ്റ് ആൻഡ് ഒറിജിൻ, അത് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. ആക്യൂട്ട് ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. ഇവിടെ ടാൻ ആൽഫ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആയിരിക്കും അല്ലേ, വൈ ബൈ എക്സ്. ഇത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇപ്പോൾ വൈ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും ആണ്. ഇവിടെ നമ്മൾ കണ്ടു കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സും വൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് വൈയും ആണ്. അപ്പോൾ വൈ ബൈ എക്സ് എന്ന് പറയുന്നതാണ് ടാൻ ആൽഫ. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ഈ ആംഗിളാണ്. അത് തന്നെയാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നതും. തീറ്റ എന്ന് പറയുന്ന ആംഗിളും അത് തന്നെയാണ്. So this acute angle lies between 0 and pi by 2. Then tan alpha is modulus of y by x. ഈ രീതിയിലാണ് നമ്മൾ ആൽഫ ഡിഫൈൻ ചെയ്യുന്നത്. The figure below shows alpha in different quadrants. അപ്പോൾ ഈ ഇസഡ് ഡിഫറെൻറ്റ് ക്വാഡ്രൻറ്റിലായിരിക്കുമ്പോൾ ഈ ആൽഫ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഫിഗേഴ്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദിസ് ലൈൻ ആൻഡ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫയും ഈ തീറ്റയും ഒരേ ആംഗിൾ തന്നെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കുമ്പോൾ ദിസ് ഈസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഓക്കെ, ഈ ആംഗിൾ ആക്യൂട്ട് ആംഗിളാണ് അല്ലേ, ആൽഫ എന്ന് പറയുന്ന ആംഗിൾ. ഇവിടെ തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കുമ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, തീറ്റ ഈ ആംഗിളാണ്. ദിസ് വിത്ത് ദ എക്സ് ആക്സിസ്, ലൈൻ ജോയിനിങ് വിത്ത് എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് തീറ്റ. ഈ ആംഗിളാണ് നമ്മൾ ആൽഫ എന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ,
ഇവിടെ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കുമ്പോൾ ഇത് മൈനസ് ആൽഫ, ഈ ആംഗിളാണ് മൈനസ് ആൽഫ, ഈ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്, അത് മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ഈ ആംഗിള്, തീറ്റ എന്ന് പറയുന്നപ്പോൾ ഇവിടെ മൈനസ് ആൽഫയായിട്ട് വരും. അപ്പോൾ ഓരോ ക്വാഡ്രൻറ്റിൽ വരുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ഈ തീറ്റ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതെന്ന് നോക്കാം. ദ ടേബിൾ ഹെൽപ്സ് ടു ഫൈൻഡ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ്. അതാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ഈ 4 ക്വാഡ്രൻസിൽ എങ്ങനെയായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് ആൽഫ തന്നെയായിരിക്കും. നമ്മൾ കണ്ടു ആൽഫ ഈസ് ദിസ്, അത് തന്നെയാണ് തീറ്റ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു ആക്യൂട്ട് ആംഗിളാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ വരുന്നത് പൈ മൈനസ് ആൽഫ ആയിരിക്കും. ഓക്കെ, പൈ ആണ് ഈ ആംഗിൾ ഇവിടെ വരുന്നത്, പൈ മൈനസ് ആൽഫ എന്ന് പറയുന്നതാണ് തീറ്റ. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്നെടുക്കുമ്പോൾ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് പൈ പ്ലസ് ആൽഫ വരും. ഓക്കെ, ഇതാണ് ആൽഫ എന്ന് പറയുന്നത്, ഇത് നെഗറ്റീവ് പൈ ആണ്. അപ്പോൾ നെഗറ്റീവ് പൈ പ്ലസ് ആൽഫയാണ് ഈ ആംഗിൾ, ഇവിടെ വരുന്ന ഈ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഈ ആംഗിൾ തീറ്റ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് പൈ പ്ലസ് ആൽഫ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ തീറ്റ എടുക്കുക. ദിസ് ഇസ് നെഗറ്റീവ് പൈ പ്ലസ് ആൽഫ. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ ദിസ് ഈസ് ആൽഫ. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ഇതെന്ന് പറയുന്നത് മൈനസ് ആൽഫ വരും. ഈ ആക്യൂട്ട് ആംഗിൾ ആൽഫ, ഇത് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ആൽഫ വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൽഫ കാണാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഇതിന് പോളാർ റെപ്രസെൻറ്റേഷൻ നടത്താമെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇവിടെ നോക്കുക, കൺവേർട്ട് ഈച്ച് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. അപ്പോൾ നമുക്ക് 1 മൈനസ് ഐ, ഫസ്റ്റ് വൺ ഇസഡ് ഈക്വൽ ടു 1 മൈനസ് ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നു. അതിനെ നമ്മൾ പോളാർ ഫോമിൽ എഴുതണം. പോളാർ ഫോം ഇതാണ്, ഇസഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ ആർ എന്ന് പറയുന്നത്, ആർ എന്താണ് നമ്മൾ നേരത്തെ കണ്ടു, മോഡുലസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതുമ്പോൾ എക്സ് എന്താണ്, എക്സ് 1 ആണ്, വൈയോ -1 ആണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് 1 ആണ്, വൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് -1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് √2. ഓക്കെ, സോ ആർ ഈസ് √2. ഇനി ആൽഫ എന്താണ്? ടാൻ ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം മോഡുലസ് ഓഫ് വൈ ബൈ എക്സ്, നമ്മൾ കണ്ടു നേരത്തെ. ടാൻ ആൽഫ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വൈ ബൈ എക്സ് ആണ്. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, -1 ആൻഡ് എക്സ് ഈസ് 1. അപ്പോൾ മോഡുലസ് ഓഫ് -1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ ടാൻ ആൽഫ എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1 ആണ്, ദാറ്റ് ഈസ് π/4. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആൽഫ എന്ന് പറയുന്നത് π/4 ആണ്. ഇനി ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നോക്കുക. ഏത് ക്വാഡ്രൻറ്റിലാണ് ഈ പോയിൻ്റ് കിടക്കുന്നത്? 1 മൈനസ് ഐ, അതായത് 1 -1 ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ക്വാഡ്രൻറ്റ് വരച്ച് മാർക്ക് ചെയ്യുമ്പോൾ 1 -1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് ഈ പോയിൻ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിലാവുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മൈനസ് ആൽഫയാണ്. അപ്പോൾ തീറ്റ ഈസ് മൈനസ് ആൽഫ, ആൽഫ π/4 നമുക്ക് കിട്ടി. അപ്പോൾ മൈനസ് ആൽഫയാണ് തീറ്റ, ദാറ്റ് ഈസ് -π/4. ഓക്കെ, അപ്പോൾ ഇസഡ് എന്താണ്? ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, √2 ഇൻറ്റു കോസ് -π/4 പ്ലസ് ഐ സൈൻ -π/4. ഇതാണ് ഈ പോയിൻറ്റിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതും കൂടി ചെയ്യുമ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക് കൂടുതലായിട്ട്. ഇവിടെ അടുത്ത പോയിൻ്റ് ഇതാണ്, ഇസഡ് ഈക്വൽ ടു -1 പ്ലസ് ഐ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്താണ്? എക്സ് -1 ആണ്, വൈ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ,
അത്രയും കാര്യങ്ങൾ അറിയാം നമുക്ക്. ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ. അപ്പോൾ ആറ് കാണാം. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 2. അപ്പോൾ ആറെന്ന് പറയുന്നത് ഇവിടെ റൂട്ട് 2 ആണ്. ഇനി ആൽഫ കാണണം. അപ്പോൾ ടാൻ ആൽഫ ഈസ് മോഡുലസ് ഓഫ് y by x, that is modulus of 1 by -1, that is 1, that means alpha is pi by 4. അപ്പോൾ ആൽഫ pi by 4 ആണ്. ഓക്കെ, ഇനി ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് എന്ന് നോക്കാം. അപ്പോൾ അത് മാർക്ക് ചെയ്ത് നോക്കുക. ഇവിടെ -1 ആണ്. അപ്പോൾ ഇവിടെ വരും then 1, that means സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. Okay, so the position of the point is in the second quadrant. അപ്പോൾ തീറ്റ എന്ത് വരും? നേരത്തെ നമ്മൾ ആ ടേബിളിൽ പറഞ്ഞു തീറ്റ ഈസ് പൈ മൈനസ് ആൽഫ. അപ്പോൾ പൈ മൈനസ് പൈ ബൈ 4 ദാറ്റ് ഈസ് 3 പൈ ബൈ 4. ബട്ട് തീറ്റ എന്ന് പറയുന്നത് 3 പൈ ബൈ 4 ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു കോസ് 3 പൈ ബൈ 4 പ്ലസ് ഐ സൈൻ 3 പൈ ബൈ 4. ഓക്കെ, സോ ഇസഡ് ഈസ് ദാറ്റ്. Polar representation of Z is root 2 into cos 3 pi by 4 plus I sin 3 pi by 4. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Z ഈക്വൽ ടു -1 മൈനസ് ഐ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് എഴുതാം x ഈക്വൽ ടു -1, y ഈക്വൽ ടു -1. ഓക്കെ, ഇനി ആറ് കാണുക. ആർ ഈക്വൽ Z ഇതുപോലെയാണ്. Z ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. R equal to root of x square plus y square, that is root 2 itself. Okay, then tan alpha is modulus of y by x. ഒരേ രീതിയിലാണ് നമ്മൾ സ്റ്റെപ്സ് വരുന്നത്. tan alpha equal to modulus of y by x. Substitute the values, then you will get as 1. Alpha is pi by 4. Okay, ഇനി ഇതിൻ്റെ പൊസിഷൻ കാണുക. പൊസിഷൻ വരുമ്പോൾ ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? negative pi plus alpha. Substitute the value. Negative pi plus pi by 4, that is negative, common denominator akka. Minus 4 pi plus pi by 4, that is minus 3 pi by 4. Okay, then you substitute that values. Then Z equal to root 2 into cos minus 3 pi by 4 plus I sin minus 3 pi by 4. Okay, so that is a polar representation of Z. Okay, അപ്പോൾ polar representation എന്താണ്? Z equal to R into cos theta plus I sin theta. അതിനെ നമുക്കൊരു ഓർഡേഡ് പെയർ ആയിട്ട് R തീറ്റ എന്ന് എഴുതാം. R തീറ്റ എഴുതിയാൽ R into cos theta plus I sin തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ആ തീറ്റ കാണുന്നതിന് ഒരു മെത്തേഡായിട്ടാണ് നമ്മളിവിടെ ആൽഫ ഡിനോട്ട് ചെയ്തത്. ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആൽഫ എന്ന് പറയുന്ന ഒരു ആക്യൂട്ട് ആംഗിളാണ്. ആൽഫ എങ്ങനെയാണ് ഓരോ ക്വാഡ്രൻറ്റിൽ നിന്ന് നമ്മൾ കണ്ടു. തീറ്റ ആൽഫയിൽ നിന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ കണ്ടു. ഇനി ഒരേ പ്രൊസീജിയറാണ് എല്ലാ ക്വസ്റ്റ്യനും. ഇസഡ് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇസഡ് ഈക്വൽ ടു -3. ഓക്കെ, അപ്പോൾ ഇസഡ് എങ്ങനെ എഴുതാം? -3 എന്ന് പറഞ്ഞാൽ അത് -3 പ്ലസ് I0 ആണ്. ഓക്കെ, -3 പ്ലസ് I0 ആണ്. അപ്പോൾ Z ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. എക്സ് എന്താണ്? -3 ആണ്. y ഇവിടെ 0 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരുമ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ മോഡുലസ് ഇവിടെ 3 വരും. ഓക്കെ, then tan alpha എന്ത് വരും? y by x. Modulus of y by x, that is modulus of 0 by, that means 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? അപ്പോൾ ടാൻ ആൽഫ ഇവിടെ 0 ആണ്. ദെൻ -3 ലൈസ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും -3 എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് കിടക്കുന്നത്. ഓക്കെ, -3 ആണ് നമ്മളുടെ പോയിൻ്റ്. അതെന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് സൈഡിൽ റിയൽ ആക്സിസിലാണ്. ഇവിടെ നമുക്ക് ടാൻ ആൽഫ 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഇത് റിയൽ ആക്സിസിൽ കിടക്കുന്നു, നെഗറ്റീവ് സൈഡിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ പൈ ആണ്. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഈസ് പൈ. സോ യു ക്യാൻ റൈറ്റ് -3 ഈക്വൽ ടു 3 ഇൻറ്റു കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ. ഓക്കെ, then come to the next question. Z equal to root 3 plus I. ഇവിടെ എന്താണ്? Z equal to R into cos theta plus I sin theta. ഇവിടെ എന്താണ്? R എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? √3 ആണ്.
y is 1. From that you can find out r, root of x square plus y square, that is 2. Okay, അപ്പോൾ r എന്ന് പറയുന്നത് 2 ആണ്. Then tan alpha is modulus of y by x, modulus of 1 by root 3, that is 1 by root 3. That means already we know that alpha is pi by 6. അപ്പോൾ ആൽഫ ഇവിടെ pi by 6 ആണ്. ഇനി ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്? 1 1 അല്ലേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. എക്സും വൈയും 1 ആണ്. എക്സ് റൂട്ട് 3 ആണ്, പോസിറ്റീവാണ്. ഈ ക്വാഡ്രൻറ്റിൽ വരും, സോറി ഈ ഭാഗത്ത് വരും. ദെൻ y coordinate is 1, that is also positive. So this is in the first quadrant. Okay, അപ്പോൾ ഇവിടെ pi by 6 ആണ് ആൽഫ. then theta is pi alpha, theta is alpha itself, pi by 6, theta is pi by 6. So you can write the polar form as z equal to 2 into cos pi by 6 plus I sin pi by 6. Okay, then come to the next question. Z equal to I. Z equal to I means we can write it as 0 plus I. Okay, ഇനി z equal to r into cos theta plus I sin theta. ഇവിടെ r എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0 പ്ലസ് 1, ദാറ്റ് ഇസ് 1. r എന്ന് പറയുന്നത് 1 ആണ്, modulus. Then tan alpha is modulus of y by x, that is modulus of 1 by 0, that is infinity. Tan is infinity. That means here you can say alpha is pi by 2. Okay, alpha is pi by 2. നമ്മൾ ഓൾറെഡി ഒരു ടേബിളിൽ നോക്കിയാലും മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും ആൽഫ എന്താണ് ഇവിടെ. ഇൻഫിനിറ്റി വരുമ്പോൾ, ടാൻ ഇൻഫിനിറ്റി വരുമ്പോൾ ആൽഫ ഈസ് pi by 2 ഹിയർ. ഹിയർ ദ കോംപ്ലക്സ് നമ്പർ എവിടെയാണ് ഇത് ലൈ ചെയ്യുന്നത്? സിൻസ് ദ കോംപ്ലക്സ് നമ്പർ ലൈസ് ഓൺ ദ ഇമാജിനറി ആക്സിസ് അല്ലേ, ഇമാജിനറി ആക്സിസിലാണ്. എക്സ് 0 ആണ്, വൈ 1 ആണ്. സോ ഇമാജിനറി ആക്സിസിലാണ് ഈ പോയിൻ്റ്. Then the principal argument is theta is pi by 2 here. Okay, theta is pi by 2. So I equal to, that complex number is 1 into cos pi by 2 plus I sin pi by 2. That is the polar form here. 1 into cos pi by 2 plus I sin pi by 2. Okay, അപ്പോൾ എങ്ങനെയാണ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമ്മൾ എഴുതുന്നതെന്ന് ഏകദേശം മനസ്സിലായി കാണും. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നോട്ട്സിലേക്ക് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് അത് ചെയ്തു നോക്കുക. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി ക്ലിയർ. ഓക്കെ, പല പ്രാവശ്യം ചെയ്തു നോക്കുക. താങ്ക് യു വെരി മച്ച്.